എല്ലാ അടുക്കളകളുടെയും ധാന്യപ്പുരകളുടെയും ആതിഥ്യ മര്യാദയുടെയും ദേവതയായ അന്നപൂർണ ദേവിയുടെ ഇതിഹാസമാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. ഒരിക്കൽ കൈലാസത്ത് വെച്ച് ധാന്യാത്മകമായിട്ടുള്ളൊരവസ്ഥയിൽ ശിവൻ ഒരു പ്രസ്താവന നടത്തി. എല്ലാം മായയാണ്, മിഥ്യയാണ്, ഭക്ഷണം പോലും എന്നുള്ളതായിരുന്നു ആ പ്രസ്താവന. ഈ പ്രസ്താവന കേട്ടതോടുകൂടി പ്രകൃതിയുടെയും ഫലഭൂഷ്ടമായിട്ടുള്ള എല്ലാവിധ നാണ്യവിളകളുടെയും ഒക്കെ ദേവതയായ പാർവതി ദേവി അവിടെ നിന്ന് അപ്രത്യക്ഷയാകുന്നു. പാർവതി ദേവി അപ്രത്യക്ഷയായതോടുകൂടി തന്നെ ഭൂമിയിൽ പട്ടിണി പടർന്നു പിടിക്കുന്നു. സന്യാസിമാരും മനുഷ്യരും ദേവതകളെല്ലാം തന്നെ ഭക്ഷണം കിട്ടാതെ അലഞ്ഞു തിരിയുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. ഭൂമിയിലുണ്ടായിരുന്ന സസ്യലതാദികളെല്ലാം തന്നെ പട്ടുപോവുകയും നദികളൊക്കെ വറ്റി വരളുകയും ആരാധനാലയങ്ങളൊക്കെ നിശബ്ദമായി പോവുകയും പട്ടിണി കാരണം മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ജീവിക്കാൻ കഴിയാത്തൊരു വലിയ അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഭൂമിയുടെ ഈ അവസ്ഥ തിരിച്ചറിഞ്ഞ ഭഗവാൻ ശിവൻ പാർവതീ ദേവിയെ തിരക്കി വിശപ്പോടുകൂടി ഭൂമി മുഴുവൻ തിരഞ്ഞു നടക്കുന്നു. ഒടുവിൽ കാശിയിലെ വാരാണസിയിലെത്തിയ അദ്ദേഹം ഗംഗാനദിയുടെ തീരത്ത് പ്രകാശത്തിൽ തിളങ്ങുന്ന ഒരു അടുക്കള കാണുന്നു. ആ അടുക്കളയ്ക്കുള്ളില് ദിവ്യ തേജസ്സോടുകൂടി അന്നപൂർണയായി രൂപാന്തരപ്പെട്ട പാർവതി ദേവി സ്വർണ പാത്രങ്ങളിൽ വെച്ച് വിളമ്പിയ ആഹാര പദാർത്ഥങ്ങൾ സമ്പന്നർക്കും ദരിദ്രർക്കും സന്യാസിമാർക്കും യാചകർക്കുമൊക്കെ കൈകളിൽ ഇങ്ങനെ കോരി കൊടുക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. ശിവൻ നേരെ പാർവതി ദേവിയുടെ അടുത്ത് ചെന്ന് തന്റെ പ്രസ്താവനയിൽ ഉണ്ടായ വിഷമം, അതിന് പ്രായശ്ചിത്തം, പശ്ചാത്താപം ഒക്കെ രേഖപ്പെടുത്തുകയും അങ്ങനെ പറഞ്ഞു പോയതിൽ ക്ഷമ യാചിക്കുകയും ചെയ്യുന്നു. മനസ്സ് തെളിഞ്ഞ മുഖം തെളിഞ്ഞ പാർവതി ദേവി ശിവന്റെ കയ്യിലേക്ക് ഒരു പാത്രം നിറയെ ആഹാരം കോരി വെച്ചു കൊടുക്കുന്നു. ശിവന്റെ കയ്യിലേക്ക് ഈ ആഹാരം എത്തുന്നതോടുകൂടി ഭൂമിയിലെ പട്ടിണി ദാരിദ്ര്യമെല്ലാം പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും എല്ലാവരുടെയും വിശപ്പ് മാറി സന്തോഷകരമായ അവസ്ഥയിലേക്ക് തിരികെ എത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് പാർവതി ദേവി അടുക്കളകളുടെയും ധാന്യപ്പുരകളുടെയും ആതിഥ്യ മര്യാദയുടെയും ഒക്കെ ദേവതയായ അന്നപൂർണയായി മാറിയത് എന്നാണ് ഇതിഹാസം പറയുന്നത്.